ഈ പ്രസവം നടക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഒരു സ്ത്രീയുടെ പ്രസവം നടക്കുന്ന സ്ഥലത്ത് പുരുഷൻ്റെ സാന്നിധ്യം ഒഴിവാക്കണം. ഒരിക്കലും വീട്ടിലേ പ്രസവിക്കാവൂ എന്ന് പറയുന്ന ഒരു ആശയമോ അങ്ങനെ ഔദ്യോഗികമായ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളോ ഉള്ളതായിട്ട് അറിവില്ല. വീട്ടിലെ പ്രസവത്തെ മുസ്ലിം മതപണ്ഡിതർ വല്ലാതെ പിന്തുണയ്ക്കുന്നു എന്നുള്ള പ്രചാരണം ശക്തമാണ്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്? SYS സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഹക്കീം അസ്ഹരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? ഇസ്ലാം മതം അങ്ങനെ ഈ വീട്ടിലെ പ്രസവത്തെ പിന്തുണയ്ക്കുന്നുണ്ട്? ഇസ്ലാമിൽ വിവാഹം, ഗർഭധാരണം, സന്താന പരിപാലനം എല്ലാം വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. കൂടുതൽ പ്രസവിക്കുന്നവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സന്താനങ്ങൾ മരിച്ചുപോയാൽ ആ ഉമ്മമാർക്ക് സ്വർഗം പ്രദാനം ചെയ്തിട്ടുണ്ട്. ഈ ഗർഭകാലത്ത് കുടുംബങ്ങളിൽ അവർക്ക് പ്രത്യേകമായൊരു പരിഗണന ഉണ്ടാകും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ മനസ്സമാധാനത്തിലൂടെ വയറ്റിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. അവർക്കിഷ്ടമുള്ള ഭക്ഷണം നൽകും, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും, അവർക്ക് പ്രത്യേകമായൊരു പരിഗണനയും കൊടുക്കും. ഈ പ്രസവം നടക്കുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അതിന് വൃത്തിയും വെടിപ്പുമുള്ള, ശാന്തിയും സമാധാനവുമുള്ള, സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷത്തിലാണ് പ്രസവം നടക്കേണ്ടത്. അത് വീട്ടിലോ ആശുപത്രിയിലോ എന്നൊരു ചോദ്യം ഇല്ല. കാരണം ഇപ്പം ഞാൻ ജനിച്ചത് വീട്ടിലാണ്, എൻ്റെ സഹോദരിമാരെല്ലാം ജനിച്ചത് വീട്ടിലാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം വീട്ടിലായിരിക്കും ജനിച്ചത്. ഇന്ന് സൗകര്യത്തിന് ആശുപത്രികൾ വന്നു, അപ്പോൾ ആശുപത്രിയിലേക്ക് മാറി. സ്ഥലത്തിനിവിടെ യാതൊരു വ്യത്യാസവും ഇല്ല. അവിടെ വിദഗ്ധരായ ആളുകളുണ്ടോ, പ്രസവം സുരക്ഷിതമായി ചെയ്യാൻ കഴിയുമോ എന്നതാണ് പ്രധാനം. അപ്പോൾ ഇന്ന് ആശുപത്രികളിൽ ഡോക്ടർമാരുണ്ട്, നല്ല വിദഗ്ധരായ നഴ്സുമാരുണ്ട്, സജ്ജീകരണങ്ങളുണ്ട് എന്ന് വയ്ക്കുമ്പോൾ ആശുപത്രിയാണ് കൂടുതൽ സുരക്ഷിതം എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഈ പല ഇസ്ലാം മത പണ്ഡിതരും ഈ വീട്ടിലെ പ്രസവത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെയുള്ള വിമർശനം നടക്കുന്നത്. അപ്പോൾ ആശുപത്രികളാണ് ഇപ്പോൾ കൂടുതൽ സുരക്ഷിതമായിട്ട് നമ്മുടെ മുന്നിലുള്ള സത്യം. പ്രസവത്തിന് ശാന്തിയും സമാധാനവും എന്ന് പറഞ്ഞതിൽ ഇപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ഒരു സ്ത്രീയുടെ പ്രസവം നടക്കുന്ന സ്ഥലത്ത് പുരുഷൻ്റെ സാന്നിധ്യം ഒഴിവാക്കണം. പ്രസവം എടുക്കുന്ന കഴിവുള്ള, അറിവും പഴക്കവുമുള്ള, വിദ്യാഭ്യാസമുള്ള, വിദഗ്ധയായ സ്ത്രീകളുണ്ടെങ്കിൽ അവർ തന്നെയാണ് പ്രസവം എടുക്കേണ്ടത്. സ്വന്തം ഭർത്താവിന് അവിടെ സന്നിഹിതനാകാമോ എന്ന് ചോദിച്ചാൽ മതപരമായി അതിന് തെറ്റില്ല. അതേസമയം പെണ്ണിന് അതുകൊണ്ട് മാനസികമായൊരു പ്രയാസം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയാണ് നല്ലത്. പുരുഷന്മാർ ധാരാളമായി കൂടി നിൽക്കുകയും അതുപോലെ അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യത്തിൽ പ്രസവം നടക്കുന്നത് നവജാത ശിശുവിൻ്റെ മാനസികമായ വളർച്ചയ്ക്ക് അത് മോശമാവുകയും അവരിൽ തെറ്റായ ചിന്തകളും മറ്റും ഉടലെടുക്കുന്നതിനും മറ്റും കാരണമായി തീരുകയും ചെയ്യും. ഏറ്റവും നല്ല വചനങ്ങൾ കേട്ടുകൊണ്ടാണ് പ്രസവിക്കേണ്ടത്. സ്ത്രീക്ക് നല്ല മനസ്സമാധാനം കിട്ടണമെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഇസ്ലാമിക ചിട്ടയിലും അച്ചടക്കത്തിലുള്ള സ്ത്രീക്ക് സ്ത്രീകളുടെ മാത്രം സാന്നിധ്യമുള്ള സ്ഥലമായിരിക്കണം. ആശുപത്രികൾ അങ്ങനെ ശ്രദ്ധിക്കുന്ന ആശുപത്രികളുണ്ട്. ഗൈനക്കോളജി പഠിക്കുന്നതും അതുപോലെ മിഡ്വൈഫറി പഠിക്കുന്നതൊക്കെ കൂടുതൽ സ്ത്രീകളായി ഈ രംഗത്ത് വരുന്നത് അതിന് കൂടുതൽ സൗകര്യപ്രദമായിരിക്കും എന്നുള്ളതാണ് നാം കാണേണ്ടത്. ഒരിക്കലും വീട്ടിലേ പ്രസവിക്കാവൂ എന്ന് പറയുന്ന ഒരു ആശയമോ അങ്ങനെ ഔദ്യോഗികമായ മതപണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളോ ഉള്ളതായിട്ട് അറിവില്ല. പിന്നെ ഏതെങ്കിലും പ്രഭാഷണങ്ങളുടെ വിശദമായ പ്രഭാഷണങ്ങളുടെ ഭാഗം കട്ട് ചെയ്തെടുത്തതോ അങ്ങനെ പ്രചരിപ്പിക്കുന്നതോ ആവാനാണ് കൂടുതൽ സാധ്യത. അല്ല, അത് പറയുമ്പോൾ ഇപ്പോൾ താങ്കളുടെ ഒരു പ്രസംഗം തന്നെയാണ് ഏറ്റവും അധികം വിമർശനങ്ങൾക്ക് ഇപ്പോൾ വഴിയൊരുക്കിയിട്ടുള്ളത്. 4 വർഷം വരെ ഒരു കുഞ്ഞിന് അമ്മയുടെ ഗർഭപാത്രത്തിൽ കഴിയാമെന്നുള്ളത്. എൻ്റെ പ്രസംഗം എന്ന് പറയുന്നത് എത്രയോ വർഷങ്ങൾ മുമ്പുള്ളൊരു പ്രസംഗമാണ്. എനിക്ക് തോന്നുന്നത് സിസേറിയൻ വർദ്ധിച്ചു വരികയും ഏതോ ചില ആശുപത്രികളെക്കുറിച്ച് പ്രത്യേകമായ ആരോപണങ്ങൾ ഉയരുകയും ചെയ്ത ഒരു സമയത്ത്
എൻ്റെ ഒരു പ്രസംഗത്തിനിടയിൽ വന്ന ഒരു ഭാഗമാണത്. അതിൽ പറഞ്ഞിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ സിസേറിയൻ റേറ്റ് വർദ്ധിക്കുന്നു എന്ന് പല രാജ്യത്തും ചർച്ചയാണ്. ഇപ്പോൾ ഒമാനിൽ 10% കൂടുതൽ സിസേറിയൻ വന്നപ്പോൾ അവിടുത്തെ മന്ത്രിസഭ ചേരുകയും അതിനെക്കുറിച്ച് വലിയ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. നമ്മുടെ നാടുകളിൽ അത് 10%, 15%, ഇപ്പോൾ 40%-ത്തിലേക്കൊക്കെ ഉയർന്നിരിക്കുകയാണ്. സിസേറിയൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ആരോപണം ഡോക്ടർമാരാണ് ഉന്നയിക്കുന്നത്. ഇപ്പോൾ പത്മഭൂഷണും പത്മവിഭൂഷണും വാങ്ങിയിട്ടുള്ള മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ്റെ വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ഹെഗ്ഡെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഡോക്ടർക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ തിരക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രോഗിയുടെ മറ്റേ വീട്ടിലെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ വേണ്ടി സിസേറിയൻ ചെയ്യുന്ന രീതിയുണ്ട് എന്നുള്ള വിമർശനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സിസേറിയൻ സീസറിന് പുറത്തെടുത്തതുപോലെ അനിവാര്യമായൊരു ഘട്ടത്തിൽ, വളരെ അനിവാര്യമായ ഘട്ടത്തിൽ മാത്രം ചെയ്യേണ്ടതാണ്. ഡോക്ടർ ഹെഗ്ഡെയുടെ അഭിപ്രായത്തിൽ 99% സിസേറിയൻ ഇല്ലാതെ തന്നെ പ്രസവിക്കും എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നതും ഭക്തിയോടുകൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാവുക എന്നതാണ്. അതാണ് ഈ ഗർഭകാലഘട്ടങ്ങളിൽ മുസ്ലിം വീടുകളിൽ ഗർഭിണികൾക്ക് പ്രത്യേകമായ ഗ്രന്ഥപാരായണവും അതുപോലെ തന്നെയുള്ള മതപരമായ ചടങ്ങുകളും പ്രാർത്ഥനകളും അവർക്ക് നല്ല സമാധാനം കൊടുക്കുന്ന ഒരു രീതിയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ അതാണ് ആ പ്രസംഗത്തെക്കുറിച്ച്. അതെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ അമിതമായി വർദ്ധിച്ചു വരുന്നതിനെക്കുറിച്ചുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആളുകൾ തിരക്കാക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, ഈ ഡേറ്റ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമല്ലല്ലോ. കാരണം എന്നാണ് ഗർഭധാരണം ഉണ്ടായത് എന്നത് പെണ്ണിനെ അറിയാൻ പറ്റില്ല. പെണ്ണ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഡേറ്റ് വെച്ചാണ് കാൽക്കുലേഷൻ. അപ്പോൾ ചെറിയ വേരിയേഷൻ ഉണ്ടാകും. ഇത് തർക്കമില്ലാത്ത കാര്യമാണ്. ഡോക്ടർമാർക്കും ഈ വിഷയത്തിൽ തർക്കമൊന്നുമില്ല. അതിന് കുറച്ച് ദിവസങ്ങൾ കാത്തു നിൽക്കാം എന്നാണ് അവിടെ പറഞ്ഞപ്പോൾ ഞാൻ ചരിത്രപരമായൊരു കാര്യം അവിടെ ഉദ്ധരിക്കുകയായിരുന്നു. എത്ര കാലം മനുഷ്യരൂപം പ്രാപിച്ച പൂർണ്ണാവസ്ഥയിലെത്തിയ ഒരു കുഞ്ഞു വയറ്റിൽ എത്ര കാലം നിൽക്കാം എന്നതിനെക്കുറിച്ച് പഴയ കാലത്ത് തന്നെ ഗവേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ഒരു ഗവേഷണത്തിൽ പറഞ്ഞ ധാരാളം പുസ്തകങ്ങളിൽ ഈ കാര്യം ലഭ്യമാണ്. അതിലൊരു കാര്യം പറഞ്ഞു, 2 വർഷമേ ഒരു കുട്ടി വയറ്റിൽ നിൽക്കുകയുള്ളൂ എന്ന്. അതിനെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം പറഞ്ഞു, അതെങ്ങനെയാണ് പറയുക? എൻ്റെ അയൽവാസിയായ ഒരു പെണ്ണ്, അവൾ 3 വർഷമായിട്ടാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ 4 വർഷം വരെ വയറ്റിൽ കുട്ടി നിന്ന ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചില കുടുംബങ്ങളിൽ 4 വർഷം നിന്നിട്ട് മാത്രമാണ് പ്രസവിച്ചത് എന്ന് ബാഗ്ദാദിലുള്ള പഴയ ഗവേഷണത്തെക്കുറിച്ച് അവിടുത്തെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ എത്ര വർഷം നിൽക്കും എന്നതിനെക്കുറിച്ച് പരമാവധി 4 വർഷമാണ് നിൽക്കുക. അത് അന്വേഷണം അങ്ങനെയാണല്ലോ. ഇന്നത്തെ പോലെ ഒരു വാർത്ത കേട്ടാൽ ഉടനെ തന്നെ അതിന് പ്രതികരിക്കുക, അതിൻ്റെ ശരിയും തെറ്റും ഞാൻ തന്നെ തീരുമാനിക്കുക എന്നതല്ല. ഗവേഷക പണ്ഡിതന്മാർ ചെയ്യുന്നത് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അവർ നാട്ടിലിറങ്ങി പല ഭാഗത്തും ജനങ്ങൾ കൂടുന്ന സ്ഥലത്തും ജനങ്ങളോടൊക്കെ ചോദിച്ചും മനസ്സിലാക്കിയും അങ്ങനെയാണ് ഈ അന്വേഷണം പോകുന്നത്. ഗവേഷണ ത്വരയുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യുക. അന്നത്തെ അന്വേഷണങ്ങളിൽ അവർക്ക് ബോധ്യപ്പെട്ട വ്യക്തമായ ചരിത്രമുള്ള പ്രശസ്തരായ പല വ്യക്തികൾ പോലും എത്രയോ വർഷം വയറ്റിൽ നിന്നിട്ടുണ്ട്. ആ ഒരു സംഭവം ഉദ്ധരിക്കുകയാണ് ഞാൻ ആ പ്രസംഗത്തിൽ ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇന്നിപ്പോൾ നമ്മൾ സിസേറിയനെ കാത്തു നിൽക്കാതെ എത്രയോ കാലം അല്ലെങ്കിൽ 4 വർഷം വരെ എല്ലാ പെണ്ണുങ്ങളും കാത്തു നിൽക്കണം എന്നൊന്നും അതിൻ്റെ ഒരു ഉദ്ദേശമില്ല. ആ ഒരു പറഞ്ഞതിൻ്റെ കാര്യം അത്രമേ ഉള്ളൂ. അതേസമയത്ത് ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു ഗർഭിണിയായ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കാൻ സമയമായിട്ടും അവൾ പ്രസവിക്കുന്നില്ല, ഇനി എത്ര ദിവസം കാത്തു നിൽക്കാൻ കഴിയും? അവിടെ ഒരു വിദഗ്ധനായ ഡോക്ടർ പറയുകയാണ്, ഇത് സിസേറിയൻ ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞിനോ ഉമ്മയ്ക്കോ അപകടം സംഭവിക്കാം, എങ്കിൽ അത് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഒരാളെ മാത്രം വിശ്വാസമാകുന്നില്ലെങ്കിൽ രണ്ടാമതൊരാളോടോ ഇനി വേണ്ടി വന്ന മൂന്നാമത്തെ ഒരാളോടോ അഭിപ്രായം തേടാം. വിദഗ്ധനായ ഒരു വ്യക്തിയിൽ നിന്ന്
കിട്ടുന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ചെയ്യണം എന്നാണ് യഥാർത്ഥത്തിൽ ആ നിയമം. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ 4 വർഷത്തിൻ്റെ കാര്യമുണ്ടല്ലോ, അപ്പോൾ ആ 4 വർഷത്തിൻ്റെ കാര്യം താങ്കൾ സാന്ദർഭികമായിട്ട് പറഞ്ഞത് അതിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതോ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ പറ്റിയിട്ടുള്ള തെറ്റാണോ അത്? അല്ല, അത് എൻ്റെ ഒരു അഭിപ്രായമല്ലല്ലോ. അത് ഞാനൊരു ഡോക്ടറല്ല. ഈ വിഷയത്തിൽ അഭിപ്രായം പറയേണ്ടത് ഡോക്ടർമാരാണ്. എത്ര കാലം നിൽക്കും, എത്ര കാലം നിൽക്കാം എന്നുള്ളത് ഡോക്ടർമാരാണ് പറയേണ്ടത്. ഞാൻ 4 വർഷം വരെ നിന്ന ചരിത്രം ഉള്ളത് കൊണ്ട് നാളെ തന്നെ ആവണം, മറ്റന്നാൾ തന്നെ ആവണം എന്ന് നമ്മൾ വാശി പിടിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം മാത്രമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിസേറിയൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരു വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ അഭിപ്രായം പറയാൻ മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ പ്രസവം വീട്ടിൽ വേണം എന്ന് വാദിക്കുന്ന ചില ആളുകളുണ്ട്. അത് ഇസ്ലാമിൻ്റേതല്ല. അങ്ങനെ തന്നെ വേണം എന്ന് വാദിക്കുന്ന ചില ആളുകൾ പറയുന്നത് ആശുപത്രിയിലായാലും മരിക്കുന്നില്ലേ എന്നുള്ളതാണ്. മരണം പലയിടത്ത് സംഭവിക്കും, വീട്ടിലായാലും സംഭവിക്കും. അതിലേതാണ് മരണം കൂടുതൽ സംഭവിക്കുന്നത് എന്നുള്ളത് കണക്ക് പരിശോധിച്ചുകൊണ്ട് അത് ഗവൺമെൻറ് പറയേണ്ട ഒരു കാര്യമാണ്. അതേസമയത്ത് വിദഗ്ധരായ ആളുടെ കൈകളിൽ നിന്നുള്ള മരണവും അല്ലാത്തതിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ മുമ്പ് എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് അക്കാര്യം. 2 മാസവും 3 മാസവും ഒക്കെ എന്തോ ചില കോഴ്സുകൾ ചെയ്തു വന്ന് ആളുകളെ ചികിത്സിക്കുന്നവരുണ്ട്. അങ്ങനെ ചികിത്സിക്കുന്ന ആളുകളിൽ നിന്ന് അബദ്ധങ്ങൾ സംഭവിച്ചാൽ അവരതിന് ഉത്തരവാദിയാണ്. വിദഗ്ധനായൊരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ചികിത്സ നടത്തി അദ്ദേഹത്തിൻ്റെ അറിവനുസരിച്ചും കൃത്യവിലോപമില്ലാതെയും ചികിത്സ നടത്തി അതിലൊരു അപകടം സംഭവിച്ചാൽ അയാൾക്കതിൽ ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ അറിവിൽ വൈദ്യത്തിലുള്ള അറിവും വൈദഗ്ധ്യവും ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, ഇതിൽ കുറേ ആളുകൾ ഇപ്പോൾ ഈ ദിവ്യന്മാരുടെ അടുത്തേക്ക് പോകുന്നു, പല വിധത്തിലുള്ള അപകടത്തിൽപ്പെടുന്നുണ്ടോ? ഇങ്ങനെ ഈ ദിവ്യന്മാരെന്ന് പറയുന്ന ഒരു സങ്കല്പം ഇസ്ലാം മതം അത് എടുത്തു പറയുന്നതാണോ, അംഗീകരിക്കുന്നതാണോ? യഥാർത്ഥത്തിൽ ചികിത്സ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ 2 തരം ചികിത്സയാണ്. ഒന്ന് ഭൗതിക ചികിത്സയും മറ്റൊന്ന് ആത്മീയ ചികിത്സയും. 2 ചികിത്സയും വേണമെന്നാണ് തിരുദൂതർ പഠിപ്പിച്ചത്. അതിൽ ഇപ്പോൾ തേനും അതുപോലെ പലതരം ഔഷധങ്ങൾ, പച്ചമരുന്നുകൾ എന്നല്ല, സർജറിയും, ഈവൻ റേഡിയേഷൻ പോലെയുള്ള കരിക്കൽ പോലുള്ള ചികിത്സകൾ അക്കാലത്ത് നടന്നതിനെക്കുറിച്ച് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ കരിക്കൽ ചികിത്സ അനിവാര്യഘട്ടത്തിൽ മാത്രമേ ചെയ്യാവൂ, അതത്ര അഭികാമ്യമല്ല എന്നും പറയുന്നുണ്ട്. അതേസമയം സർജറിയും മെഡിസിനും ഇത് 2 കൊണ്ടും ചികിത്സിക്കുകയും അതേസമയത്ത് തന്നെ പ്രാർത്ഥിക്കുകയും ഖുർആൻ പാരായണം ചെയ്യുകയും പോലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ദിവ്യന്മാരെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വേഷം കെട്ടിയിട്ട് ദിവ്യന്മാരായി അഭിനയിക്കുന്ന ധാരാളം ആളുകളുണ്ട്. നല്ല ആത്മീയതയുള്ള ദിവ്യശക്തിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അതിന്നും ഉണ്ടായേക്കാം. അങ്ങനത്തെ ആളുകളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറയും. ചികിത്സ ഒരു ഭാഗത്ത് നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യും. 2ഉം കൂടെ ചേരുമ്പോഴാണ് അതിന് ഗുണമുണ്ടാകുന്നത് എന്നാണ്. അല്ലാതെ മരുന്ന് കഴിക്കാതെയും ചികിത്സിക്കാതെയും ഈ ദിവ്യന്മാരെ മാത്രം തേടിപ്പോവുക എന്നൊരു രീതിയെ ഇസ്ലാം അങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഇല്ല. പിന്നെ പ്രധാനമായൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തലപ്പാവ് കെട്ടിയും താടി വെച്ചും ഇന്ന് ആർക്കും പറയാനുള്ളൊരു സ്വാതന്ത്ര്യവും ചാനലുകളും ഉള്ളതുകൊണ്ട് അങ്ങനെ ആര് പറയുന്നതും എല്ലാം ഇസ്ലാമിൻ്റേത് തന്നെയാണ് എന്ന് മുദ്ര കുത്തപ്പെടുന്ന ഒരു രീതിയുണ്ട്. സ്വതന്ത്രരായ, ആരുമായി യാതൊരു ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാധ്യതകളോ ഒന്നുമില്ലാതെ തോന്നിയത് വിളിച്ചു പറയുന്ന ആരെങ്കിലും പറയുമ്പോൾ അതെല്ലാം ഒരു സമൂഹത്തിൻ്റെ മേൽ കെട്ടിവെക്കുന്നത് യഥാർത്ഥത്തിൽ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതും കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് എന്നെനിക്ക് പ്രത്യേകമായി പറയാനുണ്ട്. ഇതാണ് സ്വന്തം നിലപാട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ദുബായിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി ന്യൂസ്.